ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നിയമസഭാ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. മത്സരരംഗത്ത് 3 മുന്നണികളും. 16ാം നിയമസഭയിലേക്കുള്ള സ്പീക്കറെ ഇന്ന് തിരഞ്ഞെടുക്കും. രാവിലെ 9 മണിക്കാണ് പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടക്കുക. ചരിത്രത്തിൽ ആദ്യമായി UDF, LDF, NDA സ്ഥാനാർത്ഥികൾ ഇത്തവണ സ്പീക്കർ തിരഞ്ഞെടുപ്പിന് മത്സരരംഗത്തുണ്ട്. കോട്ടയം MLAയും മുതിർന്ന UDF നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDF സ്ഥാനാർത്ഥി. വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസമല്ല, പുകയുന്ന ജനരോഷമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച് ശശി തരൂർ. കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച് ഡോക്ടർ ശശി തരൂർ MP. CGP വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസമല്ല, പുകയുന്ന ജനരോഷമാണെന്ന് ശശി തരൂർ. മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ പരാജയങ്ങളെക്കുറിച്ചാണ് കോക്രോച്ച് പാർട്ടിയുടെ വളർച്ച വ്യക്തമാക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. രാജ്യത്തെ യുവാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് മുന്നേറ്റം വ്യക്തമാക്കുന്നു. പ്രതിപക്ഷത്തിന് മുൻപിൽ വലിയ അവസരം എന്നും ശശി തരൂർ പറഞ്ഞു. കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവം ഭർത്താവിന് പങ്കില്ലെന്ന് പോലീസ് നിഗമനം. കോഴിക്കോട് പേരാമ്പ്രയിൽ കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ ഭർത്താവ് രജിൻ ലാലിന് പങ്കില്ലെന്ന് പോലീസ് നിഗമനം. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പേരാമ്പ്രയിലെ പെട്രോൾ പമ്പിൽ നിന്നും ക്യാനിൽ സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. പെട്രോൾ ബാഗിലാക്കി കാറിൽ എത്തിച്ചെന്നാണ് കരുതുന്നത്. ക്യാൻ പൂർണ്ണമായി കത്തി നശിച്ചെങ്കിലും ഇതിന്റെ അടപ്പ് കാറിൽ നിന്നും ലഭിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുവാൻ CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും തിരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഗവർണറുമായി ഉള്ളത് വഴിതർക്കമോ കുടുംബ പ്രശ്നമോ സ്വത്ത് തർക്കമോ അല്ല, മന്ത്രി റോജി M ജോണിന് മറുപടിയുമായി SFI. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോണിന് മറുപടിയുമായി SFI. ഗവർണറുമായി പോരിനില്ലെന്ന മന്ത്രിയുടെ വാദത്തിനെതിരെയാണ് SFIയുടെ വിമർശനം. ഗവർണറുമായുള്ളത് വഴിതർക്കമോ കുടുംബ പ്രശ്നമോ സ്വത്ത് തർക്കമോ അല്ല. RSS അജണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുവാൻ ശ്രമിച്ചതിലാണ് തർക്കമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ കരാർ അസാധ്യമാകും അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. പാക് ഭരണ നേതൃത്വം ടെഹ്റാനിൽ പോകുന്നത് ശുഭസൂചനയാണ്. പാകിസ്ഥാന്റെ ഇടപെടൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു കരാർ ഉണ്ടാക്കുവാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നത്. കരാറിലെത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ മറ്റ് വഴികളുണ്ടെന്നും കരാറിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുവാൻ CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും തിരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.